ഹായ് കൂട്ടുകാരെ, ഇന്ന് കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് മേളം. ഷാരത്താണ് മേളം, കൊരട്ടിയിൽ. അപ്പോൾ ഒന്ന് പോയിട്ട് വരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അമ്പലമാണ്. അവിടെ ചിലപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. എനിക്ക് മേളത്തിന് പോകാൻ ഏറ്റവും ഇഷ്ടം ഈ വഴിയാണ്. അപ്പുറത്തേക്ക് മെയിൻ റോഡുണ്ട്, റബ്ബർ റിസർവ് റോഡുണ്ട്. പക്ഷേ ഈ വഴി പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ വഴി കാണിച്ചു തരാം. നോക്കിയേ, എല്ലാവർക്കും അറിയാവുന്നൊരു വഴിയാണ്. എങ്ങനെയുണ്ട്? തന്നെ പെരിയാറ് പുഴ ഒഴുകുന്നു. ഇവിടെ നല്ല എത്ര വെയിലത്താണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. അതിന് മാത്രം മരങ്ങൾ നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് ഇതിൽ നേരെ ചെന്ന് മലയാറ്റൂർ പാലത്തിലേക്ക് കയറും കേട്ടോ. അപ്പൊ ഓക്കെ, വൈകി ഇതിരി അങ്ങോട്ട് ചെല്ലട്ടെ. 8:30 ചെല്ലാനാ സുഭാഷ് ചേട്ടൻ പറഞ്ഞേക്കണേ. ഞങ്ങളിപ്പോ സമയം ഒരു 7:30 1 മണിക്കൂർ മതി ഇവിടെ നിന്നാലും. ധൃതി പിടിച്ച് പോകണ്ടല്ലോ. അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ഷാർപ്പ് ഒരു 8:35 ചേട്ട പരിപാടിയാണ്. ചേട്ടൻ അവിടെ കരാറുകാരൻ. ആളുകളെ എല്ലാവരും എത്തി വന്നൊക്കെ അറിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ മകനും കരാറുകാരനായോ? ഒരു കരിവീരം റെഡി ചെയ്യുന്നുണ്ട്. ഏതാണടാ? ഞങ്ങളൊരു ചായ കുടിക്കട്ടെ. മറ്റുള്ള വൈകുന്നേരം ചായ ഒന്നും കുടിച്ചില്ല. അപ്പം എന്തെങ്കിലും കഴിക്കേണ്ടത് നോക്കാം. ഷാരത്ത് ചെറുവാളൂർ ക്ഷേത്രം. അതുകൊണ്ടല്ലോ താരത്തെ വൈകിട്ടത്തെ പാണ്ടി കഴിഞ്ഞു. ശങ്കരൻകുട്ടി ആശാൻ്റെ ആയിരുന്നു. ഉഗ്രൻ പാണ്ടിയായിരുന്നു. ഞാനൊരു 7 വർഷം മുമ്പ് വന്നപ്പോഴും ഇതുപോലെ തന്നെ കേമായിരുന്നു ഇവിടെ. അതുപോലെ ഇവിടുത്തെ കുട്ടികൾ ഭയങ്കര ആസ്വാദനമാണ്. അതിൻ്റെ ഒരു എനർജി കൂടി മേളക്കാരിലേക്ക് വരും. അങ്ങനെ മേളം കേമാവും. പിന്നെ ഇവിടെ ഈ വർഷം ഇവർ ആദ്യമായിട്ട് നമ്മുടെ ചാലക്കുടി ബിഞ്ചേട്ടനാണ് വെടിക്കെട്ടിൻ്റെ ഒരു പരിപാടിയുണ്ട്. 1.5 ലക്ഷത്തിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് നല്ല രസമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ വെടിക്കെട്ട് അവിടെ പൊട്ടും. അപ്പോൾ അതൊന്ന് അടുത്ത് കത്തിക്കണം, കാണട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതുവരെ ഞങ്ങളൊരു കട്ടൻ കാപ്പി എടുത്തിട്ട് ചെറിയൊരു ബ്രേക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വെടിക്കെട്ട് നമുക്ക് കാണാം.
അതെ മോളിൽ നിന്ന് പോയൊരു തീ വന്ന് വീണായിരിക്കും. എന്നാലും കലക്കിയിട്ട സംഭവം. അത് വിഷുവിന് മുമ്പ് ഒരു വെടിക്കെട്ടെന്നതിന് കൊള്ളാം. എങ്ങനെയുണ്ടായി? ഫിനിഷിങ്ങിൽ എവിടുന്നല്ലേ? എന്നാലും ക്യാമായില്ലേ? കാലത്തെ വൈകിട്ടത്തെ പകൽപ്പൂരത്തിൻ്റെ മേളം കഴിഞ്ഞ് ഇങ്ങനെ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വന്ന വഴി ഞങ്ങൾക്ക് നല്ലൊരു മാമ്പഴം കിട്ടി. ഇവിടെ ശീവേലി പഞ്ചവാദ്യത്തിന് നടന്നുകൊണ്ടിരിക്കുക. അവിടെ കാണാം ശീവേലി മാമ്പഴം നിന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ പൊളിയിടോ. അടിപൊളി മാമ്പഴം. അയ്യോ അടിപൊളി എന്ന് പറഞ്ഞില്ലേ. ചായ കുടിക്കാൻ പോകണമെങ്കിൽ കിച്ചനൊഴുകി ഇവിടെ അടുത്താണ്, അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ കിട്ടിയതാണ് റോട്ടിൽ കിടന്ന്.